സന്ധ്യാസമയങ്ങളിൽ തൃശൂർ പുത്തൻപള്ളിക്ക് സമീപത്തുകൂടെ കടന്നു പോകുമ്പോൾ ആവേ മരിയ, വാവാ യേശുനാഥ തുടങ്ങിയ ഗാനങ്ങൾ മണിനാദങ്ങളായി മണിമാളികയിൽ നിന്നും ഒഴുകിയിറങ്ങുന്നത് പലരും കാതോർത്തിട്ടുണ്ടാകും. എന്നാൽ ഇത് പുത്തൻപള്ളിയിൽ മാത്രം കാണുന്ന സപ്തസ്വര മണികളിൽ നിന്നാണ് അന്തരീക്ഷത്തിലേക്ക് ഒഴുകി പരക്കുന്നതെന്ന് അറിയുന്നവർ ചുരുക്കം. വിവിധ വലുപ്പത്തിലുള്ള 8 മണികൾ ചേർത്തൊരുക്കിയ ഒരു ഭീമൻ സംഗീതോപകരണം തന്നെയാണ് ഇത്. ദേവാലയ നിർമ്മാണം പൂർത്തിയായപ്പോൾ തന്നെ സ്ഥാപിച്ചതാണ് ഈ പള്ളിമണികൾ. തട്ല കുഞ്ഞുവറീദിന്റെ കുടുംബം ജർമ്മനിയിൽ നിന്നും വരുത്തിച്ചതാണ് സപ്തസ്വരങ്ങൾ പൊഴിക്കുന്ന ഈ മണികൾ. ഇന്ത്യയിൽ എവിടെയും ഇത്തരത്തിൽ പാട്ട് വായിക്കാൻ കഴിയുന്ന ബെൽ സിസ്റ്റം ഇല്ല എന്നാണ് ദേവാലയ ശുശ്രൂഷി ജോസഫിന്റെ അഭിപ്രായം. ഏഷ്യയിൽ ഇപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ, ഈ പള്ളിയിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ അറിവ്. പുറത്ത് അങ്ങനെ ഉണ്ടോന്നുള്ളത് അറിയില്ല, അപൂർവമാണ്. ഇതിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ സാരി ഗമ പാദാനി സ എന്ന രാഗത്തില് ഉള്ള ബെല്ലാണ്. ഈ ബെല്ല് ഉപയോഗിച്ച് കൊട്ടാവുന്ന തരത്തിലുള്ള പാട്ടുകൾ വായിക്കാം. ഇത് വരുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര അത്ഭുതമായിരിക്കും. കാരണം വെച്ചാൽ ഒരു ബെല്ല് സിസ്റ്റത്തിലെ പാട്ടുകൾ വായിക്കാന്ന് പറയുമ്പോൾ അത് കാണുന്നവർക്ക് കേൾക്കുന്നവർക്കും ഒരു പ്രത്യേകത തോന്നാറുണ്ട്, പലരും പറയാറുണ്ട്. പിന്നെ അധികം ആൾക്കാർക്കൊന്നും കുട്ടി പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ആരും ഇതിന് അധികം ശ്രമിക്കാറില്ല. കാരണം വെച്ചാൽ ഈ പള്ളിയിൽ മണിമ കുട്ടി പഠിക്കാൻ പറ്റില്ലോ. മറ്റൊരു വീട്ടിലേക്ക് വേറെ വല്ല ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്കത് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റും. ഓരോ മണിക്കും സ്വരത്തിനനുസരിച്ച് വലുപ്പ വ്യത്യാസങ്ങളുണ്ട്. പുത്തൻപള്ളിയുടെ തെക്കുഭാഗത്തുള്ള മാളികയിൽ മണികൾ സ്ഥാപിച്ചിരിക്കുന്നിടത്ത് എത്തുക ഏറെ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ പുറമേ നിന്നുള്ളവർക്ക് ഈ ബെൽ സിസ്റ്റം കാണാനാകില്ല. 19 വർഷമായി ദേവാലയ ശുശ്രൂഷ ചെയ്യുന്ന ജോസഫിന് മാത്രമേ ഇതുപയോഗിച്ച് പാട്ട് വായിക്കാൻ അറിയൂ. ജോസഫിനെ പഠിപ്പിച്ചത് ഇടവകയിലെ തന്നെ ജിയോ ചിറ്റിലപ്പിള്ളിയാണ്. ഔദ്യോഗിക ദിനങ്ങളിലും തിരുനാൾ ദിവസങ്ങളിലുമാണ് ഇതുപയോഗിച്ച് ഗാനങ്ങൾ വായിക്കുക. സാധാരണ ദിവസങ്ങളിൽ അതിരാവിലെ 5:30 വൈകിട്ട് 7 ഒരു ഗാനം മണികൾ ഉപയോഗിച്ച് വായിക്കും. അതിരാവിലെ നഗരം ഉണരുന്നതിന് മുൻപേ മണിമാളികയുടെ ചില്ലുജാലകങ്ങൾക്കിടയിലൂടെ എത്തുന്ന മണിനാദം ഏറെ ആസ്വാദ്യകരമാണെന്ന് സമീപവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. TCV ന്യൂസ്, തൃശൂർ. കൊളാഷ് നിങ്ങൾക്കായി സമർപ്പിച്ചത്